നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോകളെ പറയാൻ പോകുന്ന ഒരു ഗെയിമിനെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോവുകയാണ്. മോസ്റ്റ് ഓഫ് എല്ലാവർക്കും കൂടുതൽ പേർക്കും ഈ ഗെയിമിനെ പറ്റി അറിയാൻ യാതൊരു വഴിയുമില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഏതായാലും ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ്റെ ഒരു ഗെയിമാണ്. അപ്പോൾ നമ്മൾ ഈ JCB, ഹിറ്റാച്ചി അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന അങ്ങനെ കളിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, ഏറ്റവും ബെസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇത് ആൻഡ്രോയിഡ് ലഭ്യമാണ്, അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലാറ്റ്ഫോമിലെല്ലാം ലഭ്യമാണ്. ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഗെയിമിൻ്റെ പേരെന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ സിമുലേറ്റർ 3 എന്നാണ്. ഇതിൽ നമുക്ക് ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട്. ശരിക്കും നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ അതേ ഒരു സെറ്റപ്പാണ് ഈ ഒരു ഗെയിമിനകത്ത് വരുത്തിയിരിക്കുന്നത്. പല ജോലികളും, പല ടൈപ്പുള്ള ജോലികളും, പല ടൈപ്പ് വണ്ടികളും, എല്ലാത്തരം വണ്ടികളും ഉണ്ട്. ലോറി, മറ്റേ ഹിറ്റാച്ചി, ഇത് എല്ലാ സാധനങ്ങളും. കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും അടിപൊളി ഗെയിം എന്ന് പറയുന്നത് ഈ ഗെയിമായിരിക്കും. അതും ജസ്റ്റ് 600 സംതിങ് അത്രയും MB ആണ് ഇതിൻ്റെ ഒരു സൈസ് എന്നും പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഓഫ്ലൈൻ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഗെയിമിൻ്റെ ആദ്യമായിട്ട് സ്പെസിഫിക്കേഷൻസ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്സ് ക്വാളിറ്റിയും അതിൻ്റെ സംഭവങ്ങളും വോയിസും എല്ലാം അടിപൊളിയാണ്. ഇപ്പോൾ നമ്മളൊരു ഹിറ്റാച്ചി അല്ലെങ്കിൽ JCB വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ JCB വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ട് അതൊക്കെ കൃത്യമായിട്ട് ഇതിലുണ്ട്. വളരെ നല്ലൊരു അടിപൊളി ഗെയിം തന്നെ ഈ ഗെയിമിനെ കുറിച്ച് എനിക്ക് പറയേണ്ടി വരും. അപ്പോൾ ഈ ഗെയിമിൻ്റെ ഒരു ഗെയിം പ്ലേയും അതുപോലെ തന്നെ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതും, കാരണം ഇത് പ്ലേ സ്റ്റോറിൽ ഇത് പെയ്ഡ് ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നും ഞാൻ കൃത്യമായിട്ട് ഈ വീഡിയോ കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളും കണ്ടതിന് ശേഷം ഗെയിമിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യും, കളിക്കുകയും ചെയ്യും. കാരണം അത്രയും അടിപൊളി ഗെയിമാണ്. അപ്പോൾ ഈ ഗെയിമിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഗെയിമിലൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഈ ഒരു വീഡിയോയുടെ ലെങ്ത് ചിലപ്പോൾ കൂടി പോകാൻ സാധ്യതയുണ്ട്. ഞാൻ അതുകൊണ്ട് താഴെ ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണേണ്ടത് കൃത്യമായിട്ടുള്ളവയെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ള, ഞാൻ ഇതിനകത്ത് ഗെയിം പ്ലേ കാണിക്കുമ്പോൾ കുറച്ച് സ്പീഡിൽ ഓടിച്ചായിരിക്കും കാണിക്കുന്നത്. കൃത്യമായിട്ട് കാണേണ്ടവർക്ക് ഗെയിം പ്ലേ മാത്രമായിട്ട് മറ്റൊരു വീഡിയോയും കൂടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ ഒരു ഗെയിം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ നമ്മളൊരു പ്രൊഫൈൽ സെറ്റ് ചെയ്യാനായിരിക്കും പറയുന്നത്. നമുക്ക് പ്രൊഫൈൽ സെറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്ന പോലെ ഞാനിപ്പോൾ ഇവിടെ 2 പ്രൊഫൈൽ ഓണാക്കി അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 പ്രൊഫൈൽ മാക്സിമം നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇതിൻ്റെ പേര് സെറ്റ് ചെയ്യണം, കമ്പനിയുടെ നെയിം സെറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഫോട്ടോ സെറ്റ് ചെയ്യണം. അങ്ങനെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അത് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു അക്കൗണ്ട്, ആ ഒരു പ്രൊഫൈൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ആ ഒരു ഗെയിമിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. നമുക്ക് ആദ്യം കിട്ടുന്ന ടാസ്കൊക്കെ ആ ഒരു ഗെയിമിൻ്റെ തന്നെ സ്വന്തം ടാസ്കുകളായിരിക്കും. പിന്നീട് നമ്മൾ ജോലി അന്വേഷിച്ച് നടന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ഈ ഒരു ഗെയിമിനകത്ത് 17 ലെവൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടംപോലെ കുറേ കളിച്ചു. അത്ര അടിപൊളി ഗെയിമാണ്. ഞാൻ സാധാരണ ഗെയിമൊന്നും അങ്ങനെ ഒത്തിരി കളിച്ചുകൊണ്ടിരിക്കാറുള്ളതല്ല. പക്ഷേ ഈ ഒരു ഗെയിം അടിപൊളി ഗെയിമാണ്. അതുകൊണ്ട് ഞാൻ 17 ലെവൽ ഈ ഒരു ഗെയിമിനകത്ത് ആക്കിയിട്ടുണ്ട്. 3 മാപ്സ് ഉണ്ട്. ആ 3 മാപ്പും ഞാൻ അൺലോക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ കളിക്കുന്ന അനുസരിച്ചാണ് അൺലോക്ക് ആകുന്നത്. ഞാൻ ഈ 3 മാപ്പും അൺലോക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൊഫൈലുണ്ട്. അതുപോലെ തന്നെ പ്രൊഫൈൽ സെറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. നമുക്ക് കയറി കഴിയുമ്പോൾ ആ മൂലക്കത്തെ മാപ്പിൻ്റെ ബട്ടൺ ഞെക്കുമ്പോൾ നമുക്ക് ആ ഒരു മാപ്പ് കാണാൻ സാധിക്കും. അവിടെ 3 സ്ഥലങ്ങളുണ്ട്. അവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ജോലികൾ കൊടുക്കുന്നതായിട്ട് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ ഓരോരോ ജോലികളുടെ പടം കൊടുത്തിട്ടുണ്ട്, ഓരോരോ സ്ഥലങ്ങളുടെ പടം കൊടുത്തിട്ടുണ്ട്. സാധനം വാങ്ങിക്കാനായിട്ട്, വണ്ടി വാങ്ങിക്കാനായിട്ട്, അതുപോലെ തന്നെ ഗ്രാവൽ, മിറ്റിൽ, അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്, അങ്ങനെ ഓരോ സ്ഥലങ്ങളെല്ലാം ഈ ഒരു ഗെയിമിനകത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരോ സ്ഥലങ്ങൾ അവിടെ പോയിട്ട് മേടിച്ചാൽ മതി. ഈവൻ ബാങ്ക് വരെ അവിടെ ഉണ്ട്. നമുക്ക് പൈസ ഒന്നും ഇല്ലെങ്കിൽ അവിടെ പോയി ലോൺ എടുക്കാനൊക്കെ സാധിക്കും. അങ്ങനെ വെറൈറ്റി സെറ്റപ്പുകളാണ് ഈ ആപ്ലിക്കേഷൻ മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ വെഹിക്കിൾസ് നോക്കുന്ന സമയത്ത് നമ്മൾ വെഹിക്കിൾ ഡീലറുണ്ട്. അവിടുന്ന് വെഹിക്കിൾ ഇഷ്ടംപോലെ വാങ്ങിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ 10-20ഓളം വെഹിക്കിൾസ് ഉണ്ട്. പക്ഷേ ഒരു സമയത്ത് 10 വെഹിക്കിൾസ് നമുക്ക് എടുത്തിടാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയാണ്. ബാക്കിയുള്ള നമ്മുടെ ഹോം ബേസിലേക്ക് സേവ് ചെയ്ത് വെക്കണം. അങ്ങനെ ഓരോ സംവിധാനങ്ങളാണ്. ഇത് കളിച്ച് വന്നതാണെങ്കിൽ വളരെ അഡിക്റ്റീവായിട്ട് വേറെ ലെവൽ ഗെയിമാണ് ഈ ഗെയിം കളിക്കാനായിട്ട്. അപ്പോൾ ഇത്രയുമാണ് വളരെ ബേസിക് ആയിട്ട് ഈ ഒരു ഗെയിമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഗെയിമിൻ്റെ ഒരു ഗെയിം പ്ലേ ആണ്. ഞാനിവിടെ ഏതെങ്കിലും ഒരു ജോലി, ഇപ്പോൾ തന്നെ ഒരു ജോലി എടുക്കുന്നു, ജോബ് ഡീറ്റെയിൽസ് കൊടുക്കുന്നു, ആ ഒരു ജോലി ആക്സെപ്റ്റ് ചെയ്യുന്നു, പിന്നീട് ഞാൻ ആ ജോലി ചെയ്യുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഞാനത് കാണിച്ചു കൊടുക്കും. കാരണം ഒരുപാട് സമയമെടുക്കും ഈ ഓരോ ജോലികൾ ചെയ്യാനായിട്ട്. ആ ജോലികൾ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ഓരോ ജോലി നമുക്ക് വീണ്ടും ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പലതരം പരിപാടികൾ ഈ ഒരു ഗെയിമിനകത്ത് ഉണ്ട്. നമുക്കിനി നോക്കുന്ന സമയത്ത് ഞാൻ ഗെയിം പ്ലേ കാണിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നല്ല രീതിയിൽ കാണണം എന്നുള്ളവർക്ക് ഞാനൊരു ഗെയിം പ്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി അത് കൃത്യമായിട്ട് കാണാൻ, ഗെയിം പ്ലേ മാത്രമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ഗെയിം പ്ലേ നിങ്ങൾ കണ്ടു നോക്കും.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗെയിം പ്ലേ കണ്ടു. ഈ ഒരു ആപ്ലിക്കേഷനെ ഈ ഒരു ഗെയിമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ ഗ്രാഫിക്സ്, ഇതിൻ്റെ സംഭവങ്ങൾ, ഇതിൻ്റെ ഐറ്റങ്ങൾ എല്ലാം വീഡിയോ ഉണ്ടാവും. വേറെ ലെവൽ ഗെയിമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അത്രയും അടിപൊളി ഗെയിമാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. പ്ലേ സ്റ്റോർ നോക്കുന്ന സമയത്ത് ഈ ഒരു ഗെയിം നമുക്ക് പെയ്ഡ് ആയിട്ടാണ് കിട്ടുന്നത്. 343 അത്രയും പൈസ കൊടുത്താൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കത്തുള്ളൂ. ഞാനാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു വെബ്സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് കൺസ്ട്രക്ഷൻ സിമുലേറ്റർ 3 APK 1.2 എന്ന് പറയുന്ന ആ ഒരു ഫയലും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സിമുലേറ്റർ 3 OBB 1.2 ഈ 2 ഫയലുമാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അവിടെ മോഡ് ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊന്നും ഡൗൺലോഡ് ചെയ്യരുത്. നമ്മുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം മോഡ് ആപ്ലിക്കേഷൻ അവർ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യും. ഞാനിപ്പോൾ കാണിക്കുന്ന 2 ഫയൽസ് കൃത്യമായിട്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫയൽ മാനേജറിൽ പോയതിനു ശേഷം കൺസ്ട്രക്ഷൻ സിമുലേറ്റർ 3 APK 1.2 എന്ന് പറയുന്ന ആ ഒരു ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പലർക്കും OBB ഫയൽ വെക്കാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അത് നമ്മുടെ സ്റ്റോറേജ് ഇല്ല, കാരണം മൊത്തം ഫയൽസ് കിട്ടിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങളത് ഹോം അടിക്കുക, നേരെ ഫയൽ മാനേജറിലേക്ക് പോവുക. ഇൻറ്റേർണൽ സ്റ്റോറേജിനകത്ത് ആൻഡ്രോയിഡിൽ OBB എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് ഈ ഒരു കൺസ്ട്രക്ഷൻ സിമുലേറ്ററിൻ്റെ ഒരു ഫോൾഡർ ഓപ്പൺ ആയിട്ടുണ്ടാവും. ആ ഒരു ഫോൾഡറിനകത്തേക്ക് നമ്മുടെ ആ ഒരു മെയിൻ ഫയൽ OBB ഫയൽ ഡൗൺലോഡ് ചെയ്ത് അങ്ങോട്ട് മൂവ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ആ ഒരു ഗെയിം നമ്മളാണെങ്കിൽ റിസെൻ്റ് നിന്ന് കളഞ്ഞ ശേഷം ഒന്നും കൂടെ ഓപ്പൺ ആക്കുക. അപ്പോൾ ആ ഒരു ഗെയിം കൃത്യമായിട്ട് അവിടെ ലോഡായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ നേരെ പോയി ഈ ഒരു സംഭവം ഡൗൺലോഡ് ചെയ്യാനിട്ടിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, കളിച്ച് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, കാരണം അത്രയും പൊളി ഗെയിമാണ്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ കൂടെ എനിക്ക് പറഞ്ഞു തരാനായിട്ട് നമുക്ക് വേറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആകാറായിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ 995 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒത്തിരി നമുക്ക് വലിയ വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ 1Kയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആ ലൈക്കും കൂടെ അമർത്തിയേക്കുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ അമർത്തുന്ന കാര്യം മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.